ഇന്നത്തെ നമ്മുടെ വീഡിയോ നാടൻ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇതൊരു പഴമയുടെ രുചിയാണ്. പണ്ട് കാലത്ത് ചക്കയും മാങ്ങയൊക്കെ പറമ്പിലൊക്കെ സുലഭമായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഉണ്ടാക്കിയിരുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തറക്കം നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചക്ക എടുത്തിട്ടുണ്ട്. ഈ ഒരു ചക്ക എന്ന് പറയുമ്പോൾ ഒരു വലിയ ചക്കേൻ്റെ പകുതിൻ്റെ ഒരു അതിനെ പിന്നെ രണ്ടായിട്ട് കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഈ ചക്ക എന്ന് പറയുന്നത് ഒരുപാട് അങ്ങനെ മധുരമുള്ള ഒരു ചക്കയല്ല, എന്നാൽ നല്ല മൂത്തിട്ടുള്ള ചക്കയാവണം. നല്ല മൂത്തിട്ടുള്ള ഒരുപാട് മധുരം വെക്കാത്ത ഒരു ചക്കയാണ് നമ്മളിതിന് എടുക്കേണ്ടത്. കുറച്ച് മധുരം ഉണ്ടാവുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. മധുരം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ്. അപ്പം മുറിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കത്തിൻ്റെ മുകളിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ തേക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചക്കയ്ക്ക് കറ ഉണ്ടാവുമല്ലോ, അതൊന്നും ഈ കത്തിൻ്റെ മുകളിൽ അങ്ങനെ പിടിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊന്നും കറ ആവത്തില്ല. നമുക്ക് എളുപ്പത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ തേക്കുന്നത് കേട്ടോ. അതൊരു ടിപ്പാണേ. ഞാനിപ്പോൾ തന്നെ എൻ്റെ കയ്യിലൊന്നും അങ്ങനെ പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ ചക്കയൊക്കെ ഇങ്ങനെ വേർതിരിച്ചെടുക്കുകയാണ്. അപ്പം ഈ ചക്കേൻ്റെ പുറത്ത് കാണുന്ന ഈ ഒരു നൂല് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതിനാ നമ്മൾ ചകിണി ചവിണി എന്നൊക്കെ പറയും കേട്ടോ. ഓരോരുത്തർ ഓരോ പേരാണ് പറയുക. അപ്പോൾ നിങ്ങളുടെ അവിടെ എന്താണ് പറയാന്നുള്ളത് പറയണം കേട്ടോ. ഓരോ സ്ഥലത്ത് ഓരോ പേരുകളാണ് പറയുക കേട്ടോ. കണ്ടോ സാധനത്തിന് അത് ചിലർ ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ അതൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ചക്കക്കുരുവൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ കാമ്പ് മാത്രമായിട്ടുള്ളത് പോർഷൻ എടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ എല്ലാം തന്നെ എടുക്കുകയാണ്. അപ്പം എന്താ ചക്ക ചെയ്യാന്ന് പറയുന്നത് കുറച്ചൊരു കഷ്ടപ്പെട്ട പണിയാണ്. വലിയ ചക്കയൊക്കെ മൊത്തത്തിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല കഷ്ടപ്പാട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ അത് രസമാണ്. എനിക്കിപ്പോൾ ഒരു ചെറിയൊരു പീസ് കിട്ടിയതുകൊണ്ട് അത് ഒറ്റയ്ക്ക് ചെയ്യുന്നതിനോട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്ക് ചക്കൻ്റെ പണി പൊതുവെ ഇഷ്ടമാണ്. നല്ല രസമാണല്ലോ ചെയ്യാനായിട്ട്. സമയം പോകണത് അറിയില്ല. അപ്പോൾ അങ്ങനെ രസമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും കൂടി ചെയ്യുമ്പോൾ പ്രത്യേക രസമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ ചക്കക്കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആണല്ലോ, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പോഴൊക്കെ അതൊക്കെ ഒരു രസമാണ്. കൂട്ടുകുടുംബമായിട്ടൊക്കെ ചെയ്യുമ്പോൾ രസമാണ്. ഇപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബോറിങ് തന്നെയാണ് കേട്ടോ. പിന്നെ പ്ലാവും ചക്കയൊക്കെ ഉള്ള വീടുകൾ ഇപ്പോൾ ഉണ്ടോയെന്ന് തന്നെ നമുക്ക് ഡൗട്ടാണ്. എന്നാലും ഉള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ ഉള്ള പ്ലാവൊക്കെ മുറിച്ചു. ഇപ്പം എൻ്റെ വീട്ടിൽ പ്ലാവൊന്നും ഇല്ല കേട്ടോ. പ്ലാവ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ പ്ലാവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ ചക്ക ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അത് നമ്മൾ ചക്ക ഒരിക്കലും കഴുകരുത്. നമ്മൾ ചക്ക ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ചക്കയ്ക്കകത്ത് നമ്മൾ വെള്ളം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ചക്ക മുറിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മളത് പാകം ചെയ്യണം. എന്നാലേ നമ്മളത് നന്നായി കിട്ടുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ചക്ക അങ്ങനെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ കുറച്ച് ചക്കക്കുരു ഇട്ടോ, 2 കൈപ്പിടി ചക്കക്കുരു ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളം ഒരുപാട് ചേർക്കണ്ട കേട്ടോ. ചക്കയിൽ തന്നെ നല്ലോണം വെള്ളം വരും. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് അളവിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു ഹൈ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ടു ലോ ഫ്ലെയിമിൽ 2 വിസിലും മതിയാകും. ആ സമയം കൊണ്ട് ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് അധികം തന്നെ തേങ്ങ വേണം കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ചെറിയുള്ളി, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഒതുക്കിയെടുക്കണം. ഒരുപാട് അരച്ചെടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ ഒതുങ്ങിയാൽ മാത്രം മതി. അരഞ്ഞു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് പോയി പോകും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനത്തെ പുഴുക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ റെസിപ്പികൾക്കൊക്കെ നമ്മൾ ഇങ്ങനെ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അരപ്പിൽ ചിലർ ജീരകം ചേർക്കാറുണ്ട്. അപ്പോൾ ജീരകം ചേർത്തുള്ള ടേസ്റ്റിനെക്കാളും എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടമുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ജീരകം ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ജീരകം ചേർക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മൊത്തമായിട്ട് പ്രഷറൊക്കെ പോയതിനു ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ചക്കക്കുരുവൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ചക്കക്കുരു ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കണ്ട കേട്ടോ. ഒരു കുറച്ച് 2 കൈപ്പിടി ഇങ്ങനെ ചെത്തിയിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇടയ്ക്ക് ആ ചക്കക്കുരു കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചക്കയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം നന്നായിട്ട് തന്നെ നമ്മുടെ ചക്ക വെന്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ അരപ്പ് നല്ലപോലെ അരയരുത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അരപ്പ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഈ അരപ്പ് നമ്മൾക്ക് ഒരുപാട് കറി പോലെ വേണോ അല്ലെങ്കിൽ പുഴുക്ക് പോലെ വേണോ എന്നുള്ളതിനനുസരിച്ച് വേണം കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ കുറച്ച് ലൂസായിട്ടാണുള്ളത്. പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കട്ടിയായിട്ട് നല്ല പുഴുക്ക് രൂപത്തിലായി വരും കേട്ടോ. ആ രീതിയിൽ ഇപ്പോൾ ഈ ഒരു ലൂസായിട്ടല്ലേ ഉള്ളത്. സത്യം പറഞ്ഞാൽ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് നന്നായിട്ട് വായിൽ വെള്ളം വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് അത്രയും ടേസ്റ്റിയുള്ള റെസിപ്പി. ഇനി ഇതിൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. അതിൻ്റെ അരപ്പൊന്ന് പച്ചമണം മാറുന്ന വരെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. ആ തേങ്ങേൻ്റെ ഒക്കെ പച്ചമണം ഉണ്ടല്ലോ, അതൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം.
വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ വറവിടാം, അതായത് കടുകും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം, അങ്ങനെയും ചെയ്യാം. അതല്ലാതെ എരിശ്ശേരി പോലെ ചെയ്യുന്നവരുണ്ട്, അതായത് കടുക് വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടെ തേങ്ങ വറുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം കുറച്ചും കൂടെ ചക്ക എരിശ്ശേരിൻ്റെ ആ ലെവലിലേക്ക് പോകും. ഇത് ശരിക്കും ചക്ക കറി അല്ലെങ്കിൽ ചക്ക പുഴുക്ക് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഏത് രീതിയിലും ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെ. നമ്മൾ എരിശ്ശേരിൻ്റെ പോലെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എക്സ്ട്രാ വേറൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് സെർവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ലൂസായിട്ടല്ല നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, പക്ഷേ ഇത് ആക്ച്വലി ഞാൻ ചൂടോട് കൂടി തന്നെ എനിക്ക് കഴിക്കാൻ മുട്ടിയിട്ട് ഞാൻ ചെയ്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയുള്ളത്. അതല്ല, ഇത് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചൂടൊക്കെ ആറുകയാണെങ്കിൽ നല്ല പുഴുക്ക് പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത എരിവുള്ള നല്ലൊരു മുളക് കറിൻ്റെ കൂടെയാണ്, മീൻ മുളക് ഇട്ടതിൻ്റെ കൂടെയാണ് കേട്ടോ അത് കഴിക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് പറയാൻ പറ്റില്ല, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് പ്രിഫറൻസും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് എന്തായാലും ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പണ്ടത്തെ സ്വാദുകളോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. ഈ കപ്പപ്പുഴുക്ക്, മത്തി പുഴുക്ക് ഞാൻ അതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. നൊസ്റ്റാൾജിക് റെസിപ്പീസാണ് അതൊക്കെ. നമ്മുടെ മുമ്പുള്ള കുറേ പഴമയുടെ റെസിപ്പീസ് ഞാൻ അതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ റെസിപ്പീസൊക്കെയാണ് കൂടുതൽ എനിക്ക് പ്രിയമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും ഇൻഷാല്ലാ റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം. മറ്റൊരു നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും ഇൻഷാല്ലാ റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ.